ജീവിതത്തിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട്. ഹാർപ്പിക് എന്ന് പറയുന്ന ബ്രാൻഡ് അതിൽ അഭിനയിച്ച അബ്ബാസും നമ്മുടെ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. സിനിമയിലെ ചോക്ലേറ്റ് ഹീറോ ആയിട്ടൊക്കെ അഭിനയിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്നും പെട്ടെന്നൊരു നിമിഷത്തിൽ ഹാർപ്പിക് എന്ന് പറയുന്ന ടോയ്ലറ്റ് ക്ലീനറിന് വേണ്ടിയിട്ട് വർഷങ്ങളോളം പരസ്യത്തിൽ അഭിനയിച്ച അബ്ബാസിനെ എന്ന മനുഷ്യനെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അന്ന് ആ മനുഷ്യനെ പലരും കളിയാക്കി. സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞ സമയത്ത് ഈ ടോയ്ലറ്റ് ക്ലീനറിൽ അഭിനയിച്ച് ജീവിതം എന്തിന് നശിപ്പിക്കുന്നു എന്ന് ചോദിച്ച പലരും ഉണ്ടായിരുന്നു. പലരുടെയും പരിഹാസങ്ങൾക്ക് അദ്ദേഹം കഥാപാത്രമായി മാറുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ജീവിതത്തോട് ഒരിക്കലും വിട്ടുകൊടുത്തില്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അബ്ബാസ് ആ ട്രോളന്മാർക്ക് എല്ലാവർക്കും മറുപടിയായിക്കൊണ്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടതിന് ശേഷം ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലരെയും ഇരുത്തി ചിന്തിപ്പിച്ചു. ഞാൻ സിനിമാ രംഗം വിട്ട് ഹാർപ്പിക് എന്ന് പറയുന്ന ടോയ്ലറ്റ് ക്ലീനറിൽ പരസ്യത്തിൽ അഭിനയിച്ചപ്പോൾ എന്നെ ഒരുപാട് പേര് കളിയാക്കി. പക്ഷേ എനിക്കതിൽ ഒരു തെറ്റും തോന്നിയിട്ടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അതിൽ നിന്ന് എനിക്ക് 8 വർഷത്തോളം എൻ്റെ കുടുംബം ജീവിച്ചു പോകുവാനുള്ള പ്രതിഫലം ലഭിച്ചു. ആ വരുമാനം എൻ്റെ ജീവിതത്തിലെ എന്നെ ഒരുപാട് മുന്നോട്ട് നയിച്ചു. സ്വന്തം കുടുംബത്തെ നോക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈഗോകളെല്ലാം മാറ്റിവെച്ച് നമ്മൾ ആ ജോലിക്ക് വേണ്ടി അന്തസ്സോടെ നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഒരു ജോലിയും ചെറുതല്ല എന്ന് നമ്മെ പഠിപ്പിക്കും. ഇതായിരുന്നു അബ്ബാസിൻ്റെ വാക്കുകൾ. നാട്ടുകാരുടെ അഭിപ്രായം നോക്കി ജീവിച്ചാൽ നാം ജീവിതത്തിൽ പട്ടിണി കിടക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ചിന്തയുണ്ട്: 4 ആൾക്കിടയിൽ നാം എന്ത് ചെയ്താൽ അവർ എന്ത് വിചാരിക്കും എന്ന്. ഈ ചിന്ത പലപ്പോഴും ഇന്നത്തെ യുവത്വത്തെ മടിയന്മാരാക്കി മാറ്റിയിട്ടുണ്ട്. അയൽക്കാരെയും നാട്ടുകാരെയും കാണിക്കുന്നതിന് വേണ്ടി കടം വാങ്ങി ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. എന്നിട്ടും ഈ സാമ്പത്തിക പ്രതിസന്ധിയെ എല്ലാം വളരെ നിഷ്പ്രയാസം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരുമുണ്ട്. അതേസമയം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യവും സ്വന്തമായി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് അതീതമായി നിന്നുകൊണ്ട് കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നവരുമുണ്ട്. നമ്മുടെ കുടുംബത്തിൻ്റെ പട്ടിണിയേക്കാൾ ഒരിക്കലും വലുതല്ല നമ്മുടെ സ്റ്റാറ്റസ് എന്ന് നാം ജീവിതത്തിൽ ആദ്യം പഠിക്കുക. നമുക്ക് ഒരു പക്ഷേ സിനിമയിലോ മറ്റു മേഖലയിലോ ഒരു സമയത്ത് വലിയ ഇമേജ് ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ആ ഒരു ഇമേജിനെ നോക്കി ഇപ്പോഴും നാം ഇരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ കുടുംബം പോലും പട്ടിണിയാവും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അന്തസ്സുള്ള തൊഴിൽ ചെയ്ത് സ്വന്തം കുടുംബം പോറ്റുന്നതാണ് യഥാർത്ഥ ഹീറോയിസ്. നമ്മളിൽ പലരും വലിയ സർട്ടിഫിക്കറ്റും വലിയ യോഗ്യതകളും ഡിഗ്രിയും PG ഒക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് വർഷങ്ങളോളം വെറുതെ നടക്കാറുണ്ട്, എനിക്ക് യോജിച്ച തൊഴിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ മാന്യമായ അധ്വാനത്തിലൂടെ അന്തസ്സോടെ ജോലി ചെയ്ത് സ്വന്തം കുടുംബം പോറ്റുന്നതാണ് യഥാർത്ഥ ആൺകുട്ടിയും യഥാർത്ഥ ഹീറോയിസവും. ടൈയും കോട്ടും ഇട്ട് AC റൂമിലിരിക്കുന്നവനും റോഡ് സൈഡുകളിലും സ്ട്രീറ്റുകളിലും പെരുവെയിലത്ത് ജോലി ചെയ്യുന്നവൻ്റെയും വിശപ്പിൻ്റെ വില ഒന്ന് തന്നെയാണ്. അവർ രണ്ടുപേരും ചെയ്യുന്നത് ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പോരാട്ടം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഗ്ലാമർ നോക്കിയല്ല, നാം അതിന് പിന്നിൽ കഠിനമായി അധ്വാനിക്കുന്ന ആ അധ്വാനത്തിൻ്റെ മനസ്സിനെയാണ് നാം ബഹുമാനിക്കേണ്ടത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം: നിങ്ങളുടെ പോക്കറ്റ് കാലിയാകുമ്പോൾ നിങ്ങളെ കടം തന്ന് സഹായിക്കാൻ ഈ പറയുന്ന നാട്ടുകാരോ കുടുംബക്കാരോ ഉണ്ടാവില്ല എന്ന് നാം ഓർത്തു വെക്കണം. നമ്മളിൽ പലപ്പോഴും നമ്മൾ പല ജോലിക്കാരെയും വളരെ മോശമായി കാണാറുണ്ട്. ഒരു ഹാർപ്പിക്കിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ച അബ്ബാസിനെ കളിയാക്കിയ സമൂഹമാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. എന്നാൽ അന്തസ്സുള്ള ജോലി ചെയ്ത് ജീവിക്കുന്നതിന് ഒരാളുടെയും നാണക്കേടോ മടിയെയോ നാം ഭയപ്പെടേണ്ടതില്ല. സ്വന്തം കുടുംബത്തിന് വേണ്ടി അബ്ബാസിനെ പോലെ ജോലി ചെയ്ത് ജീവിച്ച മനുഷ്യരെ നിങ്ങൾ കളിയാക്കുമോ അതോ അവരെ നിങ്ങൾ കൂടെ കൂട്ടുമോ? നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.